വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ പ്രതിഷേധവുമായി രംഗത്ത്. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക സർക്കാർ പുറത്തിറക്കാത്തതിലാണ് പ്രതിഷേധം. ദുരിതബാധിതർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകാനായി സംഘടിപ്പിച്ച ക്യാമ്പ് ദുരന്തബാധിതർ ബഹിഷ്കരിച്ചു. PS അർജുൻ ചേരുന്നു വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി. അർജുൻ, ദുരന്തബാധിതരോട്, വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോട് സർക്കാർ നിരന്തരം അവഗണന കാണിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഒന്നും കാര്യമായി ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നില്ല. ഇപ്പോഴിതാ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക പുറത്തിറക്കാത്തതിലാണ് അവരുടെ പ്രതിഷേധം. വിശദാംശങ്ങൾ അർജുൻ. അനിൽ നമ്പ്യാർ, തീർച്ചയായും അനിൽ നമ്പ്യാർ പറയുന്ന പോലെ തന്നെയാണ് ദുരിതബാധിതർ നിരവധി തവണയായി ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുന്നു. അതായത് അന്തിമ പട്ടിക എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണമെന്നുള്ളതാണ് ദുരിതബാധിതർ പറയുന്നത്. പക്ഷേ ഇതുവരെ സർക്കാർ ഈ അന്തിമ പത്രിക പുറത്തെടുക്കാൻ അല്ലെങ്കിൽ അന്തിമ ലിസ്റ്റ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസവും ഇതിനെ ചൊല്ലിയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് 10-11 വാർഡുകളിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും ദുരന്തബാധിതരായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇവരുടെ ആവശ്യം. അതായത് ഗോ സോണുകളുണ്ട്, അതിന് തൊട്ടിപ്പുറത്ത് തന്നെയായി ഇവർക്ക് സേഫ് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങളേക്കടക്കം ഇത്തവണ മഴ പെയ്തപ്പോൾ മഴവെള്ളം ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പുഴ കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 10-11 വാർഡുകളിലെ ആളുകൾ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ പ്രക്ഷോഭം കഴിഞ്ഞത്. അന്ന് കൃത്യമായി സർക്കാർ പറഞ്ഞിരുന്നു, കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് ഈ 10-11-12 വാർഡുകളിൽ ഉൾപ്പെടുന്ന ആളുകളെ കൂടി ഈ ദുരന്തബാധിത പട്ടികയിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് ഉറപ്പു നൽകിയെങ്കിലും അതൊന്നും ഇതുവരെ പൂർത്തിയായില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൽസൺ എസ്റ്റേറ്റിൽ ഈ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് ഒരുങ്ങുകയാണ്. പക്ഷേ ഇതുവരെയും ഒരു വീടിന്റെ പോലും പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത എന്ന് പറയുന്നത്. അവിടെ മാതൃകാപരമായിട്ടുള്ള ഒരു മാതൃക എന്നോണം ഒരു വീട് സ്ഥാപിച്ചിട്ടുണ്ട്, ദുരിതബാധിതർക്കുള്ള ഒരു ഭവനം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് ഭവനങ്ങളുടെ പദ്ധതികൾ ഈ തറയിടുകയല്ലാതെ മറ്റ് പദ്ധതികളൊന്നും പരിപാടികളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ ഒരു വിഷയമായി ഇവർ ഉയർത്തി കാണിക്കുന്നത്. തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് നിന്ന് മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ തങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ആളുകൾ പറയുന്നത്. ഈ ഒരു ടൗൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക, തങ്ങളെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇന്ന് എന്തിനാണ് തന്നെ ഇവർക്ക് ഒരു തിരിച്ചറിയൽ കാർഡ് നൽകുന്നുണ്ട്. അതായത് ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ തിരിച്ചറിയൽ കാർഡ് നൽകുന്നുണ്ട്. അത് വേണ്ട എന്ന് വെക്കുകയാണ്, ബഹിഷ്കരിക്കുകയാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ. അതായത് തങ്ങൾക്ക് അത്തരത്തിൽ കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് ഈ കാർഡ് കിട്ടിയിട്ട് കാര്യമില്ല, തങ്ങൾക്ക് എല്ലാവർക്കും, അതായത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്തിമമായിട്ടുള്ള ഒരു പട്ടിക പുറത്തെടുക്കണം, അല്ലെങ്കിൽ ആ പട്ടിക പുറത്തു വിടണം എന്നുള്ളതാണ് പ്രധാനമായും ചൂരൽമലക്കാരുടെ ആവശ്യം. അർജുൻ, അർഹരായ എത്ര പേർ പട്ടികയ്ക്ക് പുറത്തായി കാണും? സ്വാഭാവികമായും അനിൽ നമ്പ്യാർ, ഈ 10-11-12 വാർഡുകളിലെ ഏകദേശം നമുക്ക് അറിവിൽ ഒരു 60ഓളം ആളുകളെങ്കിലും ഈ പട്ടികയിൽ ഉണ്ടാകും. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാനാണ് സാധ്യത. അതായത് 10-11-12 വാർഡുകൾ കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധിച്ചവർ തന്നെ ഒരു 60-ലധികം ആളുകളുണ്ട്. അവരടക്കം ഈ പട്ടികയിൽ പുറത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഈ കുടുംബങ്ങളടക്കം, അതായത് നമ്മൾ ഒറ്റപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കുടുംബങ്ങൾ ഇതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വസ്തുത. പക്ഷേ ഇതുവരെയും സർക്കാർ ഇനി എത്ര ആളുകൾ ഇതിൽ ഉൾപ്പെടാനുണ്ട് എന്നുള്ള ഒരു പട്ടിക ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതായത് ഇപ്പോഴുള്ള ആളുകൾ 400 ചില്ലറ ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് സർക്കാർ എത്തിയിരുന്നത്. അതിനെതിരെയാണ് ഇതിലുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയത്. ഇതിനാൽ തന്നെയും ഈ ഒരു 40-ലധികം അല്ലെങ്കിൽ 60-ലധികം കുടുംബങ്ങളൊക്കെ അടക്കം ഈ ഒരു പ്രദേശങ്ങളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും പടവെട്ടിക്കുന്ന് ആ ഭാഗത്തേക്കുള്ള ആളുകളാണ്. അവർക്ക് കൃത്യമായി തന്നെ പുനരധിവാസം വേണമെന്നാണ് അവർ പറയുന്നത്. അതായത് ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റോഡൊക്കെ ഇപ്പോൾ നശിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഇവർക്ക് പ്രശ്നബാധിത പ്രദേശങ്ങൾ അല്ലെങ്കിലും ഈ പ്രശ്നബാധിത പ്രദേശത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് ഈ പടവെട്ടിക്കുന്നിലെ ആളുകൾ. പക്ഷെ അങ്ങോട്ട് പോകാൻ ഒരു റോഡ് പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവരുടെ ആക്ഷേപം ഉയർത്തുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് തങ്ങൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ആ പടവെട്ടിക്കുന്നിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കമാണ് ഉണ്ടായത്. ആ ഭാഗത്തേക്ക് ചെറിയ രീതിയിൽ റോഡ് വെട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പൊ നിലവിലുള്ള ഒരു റോഡുണ്ട്, ആ റോഡ് പണി വീണ്ടും എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതൊക്കെ സർക്കാരിന്റെ കീശ വീർപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഈ ഫണ്ട് തട്ടാനുള്ള പരിപാടിയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത്. അവർ പറയുന്നത് തങ്ങൾക്ക് ഇനി ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഇനിയും വലിയ രീതിയിലുള്ള ദുരന്തം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഈ ചുരൽമലയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലം തന്നെയാണ് ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്നത്. അതായത്
സ്കൂൾ റോഡിന്റെ അടുത്തുകൂടി പോകുന്ന സ്ഥലമാണ്. അതായത് സ്കൂൾ റോഡിന്റെ സമീപത്ത് കൂടി പോകുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തവണ വലിയ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ആഴ്ച വലിയ മഴവെള്ളം വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തേക്കൊക്കെ തന്നെ വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ ഒരു റോഡ് പുനർനിർമ്മിക്കുന്ന ആ റോഡിന്റെ അരികിൽ കൂടി അടക്കം വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ എങ്ങനെ അക്കരയ്ക്ക് കിടക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവിടെ താമസിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്.